ഇത് ടെട്രാസൈക്ലിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക് ആണ്. നമ്മുടെ മീനുകളിലൊക്കെ വരുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെ ട്രീറ്റ് ചെയ്യാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിലെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ടെട്രാസൈക്ലിൻ ഹൈഡ്രോക്ലോറൈഡ് ആണ്. ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് എബോട്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. റസ്റ്റിക്ലിൻ 500 എന്നാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര്. ഇത് 500 mg അതുപോലെ 250 mg ഒക്കെ ഇറങ്ങുന്നുണ്ട്. നമ്മൾ രണ്ടും വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ നമുക്ക് കിട്ടിയത് ഈ ഒരു 500 mg മാത്രമായിരുന്നു. 250 mg ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മീനുകളിൽ വരുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഫിൻ റോട്ട്, ഗിൽ റോട്ട്, ടെയിൽ റോട്ട്, ബോഡി അൾസേഴ്സ്, അതുപോലെ തന്നെ കൊളംനാരിസ്, പിന്നെ ഡ്രോപ്സി പോലുള്ള ബാക്ടീരിയ ഇൻഫെക്ഷൻസിന് ട്രീറ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് ഈ ഒരു ടെട്രാസൈക്ലിൻ ആൻറ്റിബയോട്ടിക്. ഇത് നമ്മുടെ സാധാരണ മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. അതായത് ഇത് ഹ്യൂമൻ യൂസിന് വേണ്ടിയിട്ടുള്ളതാണ് എങ്കിലും മീനുകൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ഇത് തന്നെയാണ് ബേസിക് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. അതായത് ഈ ഒരു ടെട്രാസൈക്ലിൻ തന്നെയാണ് ബേസിക് ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഈ ഒരു ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി മീനുകൾക്ക് വേണ്ടി മാത്രം റിലീസ് ചെയ്യുന്നത് തന്നെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അക്വേറിയം ഷോപ്പുകളിൽ അതുപോലെ തന്നെ ഓൺലൈനിലും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. മെജോറിറ്റി ആൾക്കാർ മീനുകളെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സാധാരണ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഈ ഒരു ടെട്രാസൈക്ലിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിൻ്റെ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ആ സമയത്ത് എടുത്തൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ മാക്സിമം കാര്യങ്ങൾ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും ട്രൈ ചെയ്യാം. ട്രീറ്റ്മെൻറ്റ് നമ്മൾ എപ്പോഴും ഒരു ഹോസ്പിറ്റൽ ടാങ്കിൽ ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ടാങ്കിൽ ചെയ്യുന്നതാണ് നല്ലത്. മെയിൻ ടാങ്കിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ചെടികളും ഫിൽറ്ററൊക്കെ നമ്മൾ എടുത്ത് മാറ്റണം. ചെടികൾക്ക് ചിലപ്പോൾ കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫിൽറ്ററിനകത്തുള്ള ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് എല്ലാം ഡെഡായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഫിഷ് ടാങ്കിലേക്ക് ഈ ഒരു മെഡിസിൻ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ ട്രീറ്റ്മെൻറ്റ് ടാങ്കിനകത്ത് നല്ല രീതിയിൽ എയറേഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ലോ ആണെന്നുണ്ടെങ്കിൽ ഒരു ഹീറ്റർ ഉപയോഗിച്ചിട്ട് ഒപ്റ്റിമം ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഈ വെള്ളത്തിലേക്ക് എത്ര ടെട്രാസൈക്ലിൻ ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറയാം. 10 mg ടെട്രാസൈക്ലിൻ ആണ് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതാണ് ബേസിക് ഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ 250 mg ക്യാപ്സ്യൂൾ 25 ലിറ്ററിലേക്കും 500 mg ക്യാപ്സ്യൂൾ 50 ലിറ്ററിലേക്കുമാണ് സൂട്ടബിൾ ആയിട്ട് വരുന്നത്. മീൻ ഫുള്ളായിട്ട് ഭേദപ്പെടാനായിട്ട് ഒരു 10 ഡേ സൈക്കിളാണ് പറയുന്നത്. ഈ 5 ഡേയ്സിനുള്ളിൽ അത് ക്യൂർ ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത്തെ സൈക്കിൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ആദ്യത്തെ സൈക്കിൾ എങ്ങനെയാണെന്ന് പറയാം. ആദ്യത്തെ ദിവസം നമ്മൾ ഫുൾ ഡോസാണ് കൊടുക്കേണ്ടത്. 50 ലിറ്റർ വെള്ളത്തിലേക്ക് 500 mg ക്യാപ്സ്യൂൾ. രണ്ടാമത്തെ ദിവസം നമ്മൾ ഹാഫ് ഡോസ് കൊടുക്കണം, അതായത് 250 mg. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂർ കഴിയുമ്പോൾ ആൻറ്റിബയോട്ടിക് കുറച്ചൊന്ന് സ്ട്രെങ്ത് കുറയും. അതൊന്ന് സ്റ്റേബിളാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമത്തെ ദിവസം 50% വാട്ടർ ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും ഫുൾ ഡോസ് കൊടുക്കണം. നാലാമത്തെ ദിവസം വീണ്ടും ഹാഫ് ഡോസ്. അഞ്ചാമത്തെ ദിവസം റെസ്റ്റ് എന്നിട്ട് മീനിനെ മോണിറ്റർ ചെയ്യുക. മീൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത്തെ സൈക്കിൾ ചെയ്യേണ്ട കാര്യമില്ല. മീൻ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ 50% വാട്ടർ ചേഞ്ച് കൊടുത്തിട്ട് വീണ്ടും അടുത്ത സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ടോട്ടൽ 10 ഡേ സൈക്കിൾ ഈ ഒരു സമയം കൊണ്ട് ക്യൂർ ആവേണ്ടതാണ്. ക്യാപ്സ്യൂൾ ഓപ്പൺ ചെയ്തിട്ട് അതിലെ പൗഡർ ഇതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അക്വേറിയത്തിലെ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓപ്ഷണലായിട്ട് നമുക്ക് ഫിഷ് ഫുഡ് ഇതിലെ കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് മീനുകൾക്ക് ഡയറക്റ്റ് ഫീഡ് ചെയ്യാം. അവർ കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. കഴിക്കുന്നില്ല എങ്കിൽ ഇതുപോലെ ഫുഡായിട്ട് ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വെള്ളത്തിൽ ഈ പൗഡർ മിക്സ് ചെയ്ത് ഡയറക്റ്റ് അക്വേറിയത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ടെട്രാസൈക്ലിൻ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യേണ്ടത്?